أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قال موسى لقومه إن الله يأمركم أن تذبحوا بقرة قالوا أتتخذنا هزوا قال أعوذ بالله أن أكون من الجاهلين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 68-ാമത്തെ ആയത്താണ് നിങ്ങൾ ശ്രവിച്ചത്. ഈ ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: അള്ളാഹു നിങ്ങളോട് ഒരു പശുവിനെ അറുക്കുവാൻ ആജ്ഞാപിക്കുന്നുവെന്ന് മൂസ തൻ്റെ ജനത്തോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. അവർ ചോദിച്ചു, നീ ഞങ്ങളെ പരിഹസിക്കുകയാണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അവിവേകികളിൽ ഉൾപ്പെടുന്നതിൽ നിന്ന് അള്ളാഹുവിനെ അഭയം പ്രാപിക്കുന്നു. സയ്യിദ്നാ ഹദ്റത്ത് മുസ്ലിം ഔദ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു, സൂറത്തുൽ ബഖറയിലെ ആയത്ത് 52 നിന്നും അതുപോലെ ബൈബിളിൽ പുറപ്പാട് അധ്യായം 32 നിന്നും മനസ്സിലാകുന്നത്, ബനി ഇസ്രായേലുകാർ തങ്ങൾക്കായി ഒരു ആരാധ്യ വസ്തു നിർമ്മിച്ചപ്പോൾ അത് പശുക്കിടാവിൻ്റെ രൂപത്തിലുള്ളതായിരുന്നു എന്നാണ്. ഇത് സൂചിപ്പിക്കുന്നത് അവരുടെ മനസ്സിൽ പശുവിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ അത്ര വരെ എത്തിയിരുന്നു എന്നാണ്. ഇതിന് കാരണം ഫിർഔന്റെ ജനത പശുവിനെ അങ്ങേയറ്റം ആരാധിക്കുന്നവരായിരുന്നു. ബനി ഇസ്രായേലികൾ ഈജിപ്തിൽ താമസിച്ചപ്പോൾ അവരുടെ ഉള്ളിലും പശുവിനോടുള്ള ആ പ്രത്യേകമായ താൽപ്പര്യം ഉടലെടുക്കുകയാണ് ഉണ്ടായത്. പ്രവാചകന്മാരുടെ ആഗമനത്തിൻ്റെ മുഖ്യ ഉദ്ദേശമെന്നത് ലോകത്തു നിന്നും ബഹുദൈവ ആരാധന തുടച്ചു നീക്കുകയും എല്ലാ സൃഷ്ടികളുടെയും സൃഷ്ടാവും ഉടമസ്ഥനുമായ ആ ഏകദൈവത്തിൻ്റെ മഹത്വം ലോകത്തിന് വെളിപ്പെടുത്തുകയുമാണ്. അതിനായി മൂസ അലൈഹിസ്സലാമിൻ്റെ ശരീഅത്തിൽ ബനി ഇസ്രായേലിൻ്റെ ഹൃദയങ്ങളിൽ നിന്ന് പശുവിനോടുള്ള ആ ബഹുമാനം, അവർ അതിനെ ആരാധിക്കുവാൻ വരെ തയ്യാറാകുന്ന തരത്തിലുള്ള ആ ബഹുമാനം ഇല്ലാതാക്കേണ്ടതും അനിവാര്യമായിരുന്നു. അത്തരമൊരു ക്രമീകരണം നടത്തില്ലായിരുന്നു എങ്കിൽ കുറച്ചു കാലത്തിനു ശേഷം ബനി ഇസ്രായേൽ വീണ്ടും പശുവിനെ ആരാധിക്കുവാൻ തിരികെ പോകുമായിരുന്നു. അതുകൊണ്ട് ഈ ലക്ഷ്യം പൂർത്തിയാക്കുന്നതിനായി മൂസ നബിയുടെ ശരീഅത്തിൽ പല സ്ഥലങ്ങളിലും പശുവിനെ കുർബാനി നൽകുവാനുള്ള കൽപ്പന നൽകിയിട്ടുണ്ട്. ഹുസൂർ പറയുന്നു, ഒരു ജനത ഒരു മൃഗത്തെ തുടർച്ചയായി ബലി നൽകുകയാണെങ്കിൽ അവർക്ക് ഒരിക്കലും അതിൽ ദൈവത്തിൻ്റെ ഗുണങ്ങളുള്ളതായി കണക്കാക്കാൻ കഴിയില്ല. ഈ ആയത്തിലും ഇതിലേക്കാണ് ശ്രദ്ധ ചെലുത്തുന്നത്. അതായത് ഏതോ ഒരു സന്ദർഭത്തിൽ മൂസ നബിക്ക് ബനി ഇസ്രായേലിനോട് പശുവിനെ ബലി കഴിപ്പിക്കാൻ കൽപ്പന നൽകി. എന്നാൽ അവർ ഒഴിവുകഴിവുകൾ പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഒഴിവാകാൻ ശ്രമിച്ചു. എങ്കിലും അവസാനം മനസ്സില്ലാ മനസ്സോടെ മൂസ നബിയുടെ കൽപ്പന അവർക്ക് അനുസരിക്കേണ്ടി വന്നു. ഹുസൂർ പറയുന്നു, ഇവിടെയും ബനി ഇസ്രായേലുകളുടെ മറ്റൊരു അനുസരണക്കേടിനെ കുറിച്ചാണ് പറയുന്നതും. പശുവിൻ്റെ ബിംബത്തെ ആരാധിച്ചതിനു ശേഷവും കഠിനമായ ശിക്ഷകൾ സഹിച്ചതിനു ശേഷവും വലിയ പശ്ചാത്താപവും ഖേദവും പ്രകടിപ്പിച്ചതിന് ശേഷവും അവരുടെ തലമുറ വീണ്ടും ഷിർക്കിലേക്ക് തിരിച്ചു പോകുമെന്ന് ചിന്തിക്കുവാൻ തന്നെ കഴിയില്ല. എന്നാൽ ആ സന്ദർഭത്തിൽ ആ പാഠങ്ങളൊന്നും ഉൾക്കൊള്ളാതെ അവർ വീണ്ടും ഷിർക്കിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്തത്. അവരുടെ ദൗർഭാഗ്യവശാൽ അവരുടെ കന്നുകാലികൾക്കിടയിൽ വളരെ ആകർഷകവും മനോഹരവുമായ നിറമുള്ള ഒരു കാള ജനിച്ചു. ഫിർഔന്റെ ജനതയിൽ കാളയെ ആരാധിക്കുന്നത് സാധാരണമായിരുന്നു. ഈജിപ്തിലെ ഏറ്റവും വലിയ ക്ഷേത്രത്തിൽ പോലും ഒരു നിഷ്കളങ്കമായ കാളയാണ് ദൈവമായി വച്ചിരുന്നത്. ഈജിപ്തിൽ താമസിച്ചതിൻ്റെ ഫലമായി ബനി ഇസ്രായേലുകാരുടെ വിശ്വാസങ്ങളിലും ഇതിൻ്റെ സ്വാധീനമുണ്ടായി. അതിനാൽ അവരും അവർക്ക് ലഭിച്ച ആ പ്രത്യേക കാളയെ ബഹുമാനിക്കാൻ തുടങ്ങി. അതുകൊണ്ട് അള്ളാഹു മൂസ നബി അലൈഹിസ്സലാമിന് കൽപ്പന നൽകി, ബനി ഇസ്രായേലുകൾക്കിടയിൽ പശുവിനെ കുർബാനി ചെയ്യുന്ന ശീലമുണ്ടാക്കുക എന്ന്. ബനി ഇസ്രായേലിൻ്റെ ഹൃദയങ്ങളിൽ കള്ളമുണ്ടായിരുന്നതിനാൽ അവർ ഉടനെ സംശയിച്ചു,
തങ്ങളുടെ ജനതയിൽ ചർച്ച ചെയ്യുന്ന ആ പ്രത്യേക കാളയെക്കുറിച്ച് മൂസ അലൈഹിസ്സലാമിന് എങ്ങനെ അറിയാൻ കഴിഞ്ഞു? മൂസ ആ കാളയെ മനസ്സിൽ വെച്ചാണോ ഞങ്ങളോട് കുർബാനി ചെയ്യാൻ കൽപ്പിച്ചതെന്ന് അവർ കരുതി. ഹുസൂർ പറയുന്നു, എന്നാൽ അവർ ഒന്നും മിണ്ടാതെ ഏതെങ്കിലും ഒരു കാളയെ ബലിയർപ്പിച്ചിരുന്നു എങ്കിൽ അവരുടെ തെറ്റുകൾ മറഞ്ഞിരിക്കുമായിരുന്നു. അതുപോലെ അള്ളാഹുവിൻ്റെ ഉദ്ദേശവും പൂർത്തിയാകുമായിരുന്നു. മാത്രവുമല്ല, മെല്ലെ മെല്ലെ അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് ആ പശുവിനോടുള്ള ബഹുമാനം ഇല്ലാതായി തീരുമായിരുന്നു. എന്നാൽ അവർ അതിനു പകരം മൂസാ നബിയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അവർ ചോദിച്ചു, നിശ്ചയമായും അള്ളാഹുവിൽ നിന്ന് ഒരു പ്രത്യേക കാളയെ ബലി നൽകാനുള്ള കൽപ്പനയാണല്ലോ ലഭിച്ചിരിക്കുന്നത്. അതിനാൽ അതിൻ്റെ ലക്ഷണങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. അതിൻ്റെ ഫലമായി അള്ളാഹു ആ പ്രത്യേക കാളയിൽ കാണപ്പെട്ട എല്ലാ ലക്ഷണങ്ങളും അവർക്ക് വിശദീകരിച്ചു. ഒടുവിൽ ബനി ഇസ്രായേൽ ആ കാളയെ ബലിയഴിക്കേണ്ടതായി വന്നു. മാത്രവുമല്ല, അവർക്ക് അപമാനവും സഹിക്കേണ്ടി വന്നു. അതിനുശേഷം ഹുസൂർ പറയുന്നു, ഖുർആനിൽ ബക്ര എന്ന പദം കാളയെയും പശുവിനെയും രണ്ടിനെയും സൂചിപ്പിക്കാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വിവർത്തനം ചെയ്യുമ്പോൾ സാധാരണയായി ബക്ര എന്നത് സ്ത്രീലിംഗമായി കണക്കാക്കി പശു എന്ന് വിവർത്തനം ചെയ്യപ്പെടുന്നു. എന്നാൽ ഈ വാക്ക് സ്ത്രീലിംഗം മാത്രമല്ല, മറിച്ച് ഇത് ആണിനും പെണ്ണിനും രണ്ടിനും ബക്ര എന്ന പദം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ബൈബിളിൽ ഇത്ര വിശദമായി ഖുർആനിൽ പറഞ്ഞതുപോലെ ഈ സംഭവം വിശദീകരിച്ചിട്ടില്ല. എന്നിരുന്നാലും ബൈബിളിൽ ഖുർആനിൽ സൂചിപ്പിക്കുന്ന ലക്ഷണങ്ങളോട് കൂടിയ ഒരു കാളയെ ബലി കൽപ്പിക്കുന്ന കൽപ്പന കാണപ്പെടുന്നുണ്ട്. ഹുസൂർ പറയുന്നു, ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, ബൈബിളിൽ ഒരു ചരിത്ര സംഭവം ഉണ്ടോ ഇല്ലയോ എന്നത് ഒരു ദൈവികവും പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുന്ന ഗ്രന്ഥവുമായി താരതമ്യം ചെയ്യപ്പെടുമ്പോൾ അതിന് യാതൊരു പ്രാധാന്യവും നൽകുന്നില്ല എന്ന്. അതിനുശേഷം ഹുസൂർ കാല ഔദു ബില്ലാഹി അൻ അക്കൂന മിനൽ ജാഹിലീൻ എന്നതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു, മതകാര്യങ്ങളിൽ പരിഹാസം കാണിക്കുന്നത് അജ്ഞരുടെ പ്രവൃത്തിയാണ്. നിർഭാഗ്യവശാൽ പലരും ഈ കാര്യത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ല. അവർ പരിഹാസം കാണിച്ചുകൊണ്ട് അവരുടെ ഹൃദയങ്ങളെ തന്നെയാണ് കഠിനമാക്കുന്നത്. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.